Dr. Varghese George, Matthews Kolancheri, K.G. Trenchit, Francis Thomas, M.A. Latif, ബിനോയ് ജോസഫ് ഇത്രയും ആളുകളാണ് ഈ ജാഥയോടൊപ്പം യാത്ര ചെയ്യുന്നത്. ജനപ്രതിനിധികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, പ്രിയമുള്ള സഖാക്കളെ, സ്നേഹിതരെ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ 6-ാം തീയതി പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച വികസന മുന്നേറ്റ ജാഥ പത്തനംതിട്ട ജില്ല പൂർത്തിയാക്കി, കോട്ടയം ജില്ല പൂർത്തിയാക്കി, ഇടുക്കി ജില്ല പൂർത്തിയാക്കി, എറണാകുളം ജില്ലയിൽ കളശ്ശേരി ഈ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളിലും തുടക്കം മുതൽ സംസാരിക്കുമെല്ലാം സംസാരിക്കും. അതാണല്ലോ നമ്മൾ സംസാരിക്കണമല്ലോ. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോഴും ഞാൻ വ്യക്തിപരമായി ഞാൻ കാണുന്ന എന്ത് കണ്ടീഷനിലാണ് ഇന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതി 35 വയസ്സ് തൊട്ട് 60 വയസ്സ് എന്ന് പറഞ്ഞ് അവിടെ ഒരു 35 വയസ്സെന്ന് പറഞ്ഞ് ആ വയസ്സ് തീരുമാനിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. കാരണം അത് 30 വയസ്സിലേക്ക് ആക്കണം എന്ന് പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഈ സർക്കാർ കഴിഞ്ഞ നവംബർ മാസത്തിൽ ആരംഭിച്ചതാണ്. എന്ന് പറഞ്ഞാൽ 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു വരുമാനമോ ഒരു ക്ഷേമ പദ്ധതിയില്ലാത്ത സാധാരണക്കാരായ സ്ത്രീകൾക്ക്, അമ്മമാർക്ക് കൊടുക്കുവാനുള്ള 1000 രൂപ വെച്ച് ഒരു മാസം കൊടുക്കുകയാണ്. അത് നേരത്തെ തന്നെ ഇങ്ങനെയുള്ളവരെ ഒന്ന് ഉണ്ടായി. ആ വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ എല്ലാവരും അസ്വസ്ഥരായി മാറുകയാണ്. ഇവിടെ വർഗീയ കലാപം ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ലെന്നാണ് നിങ്ങൾ ഓർക്കുന്നത്. ഇപ്പോഴുമുണ്ട്. വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി, രൂപപ്പെടുത്തുവാൻ വേണ്ടി ആ സാഹചര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, കാത്തു നിൽക്കുന്ന എത്രയോ പല ആളുകളുമുണ്ട്. പക്ഷെ അതുണ്ടാകാതിരിക്കാനുള്ള കാരണം എപ്പോഴെങ്കിലും പൊട്ടിപ്പുറപ്പെടുവാൻ ഇങ്ങനെ അങ്ങ് വരുമ്പോൾ അതിനെ അടിച്ചമർത്തുവാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി റോഡ് നോക്കിക്കുക, വർഗീയ കലാപം എത്രയോ നടന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് മാറാട് കലാപം, പൂന്തറ കലാപം, വിഴിഞ്ഞം കലാപം, തലശ്ശേരി കലാപം, ഇങ്ങനെ എത്രയോ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. തലശ്ശേരി കലാപത്തിന്റെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ചരിത്രത്തിലേക്ക് എടുത്തു നോക്കിയാൽ അവിടെ ഈ കലാപം നടന്നു എത്രയോ ന്യൂനപക്ഷം ആളുകളെ വെട്ടി കൊലപ്പെടുത്തി. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ ഘട്ടത്തിൽ ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ പേര് ജസ്റ്റിസ് ജോസഫ് തിരുന്നായിരുന്നു. അദ്ദേഹത്തിനോട് റിപ്പോർട്ട് സർക്കാരിന് തരാൻ പറഞ്ഞത്, ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞത്. അപ്പോൾ ആ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്റെ 32-ാമത്തെ പേജിൽ പറഞ്ഞത്